നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം പാഞ്ചാലി സ്വയംവരം എന്ന ഭാഗത്തിൽ ധൗമ്യനോടൊത്ത് കുന്തിദേവിയും പുത്രന്മാരും പാഞ്ചാല രാജ്യത്തേക്ക് യാത്രയായി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചത്. ബാക്കി ഭാഗം നോക്കാം. വഴിയിൽ വെച്ച് പാഞ്ചാലത്തേക്ക് പോകുന്ന അനേകം ബ്രാഹ്മണരെ കണ്ടു. അവരെല്ലാം പാഞ്ചാലിയുടെ സ്വയംവര ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നവരായിരുന്നു. പാണ്ഡവന്മാരും അവരുടെ കൂടെ കൂടി. എല്ലാവരും പാഞ്ചാലത്തെത്തി. കുശവന്മാർ പണിയെടുക്കുന്ന ഒരു ശാലയിലാണ് പാണ്ഡവന്മാർ തങ്ങിയത്. ബ്രാഹ്മണ വേഷത്തിലായിരുന്നവർ ഭിക്ഷ വാങ്ങി കഴിച്ചു. അവരെ ആരും തിരിച്ചറിഞ്ഞില്ല. വീരശൂര പരാക്രമിയായ അർജുനനെ തൻ്റെ ജാമാതാവാക്കിയാണ് അർജുനനോടുള്ള പകപോക്കാൻ ദ്രുപദൻ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം അർജുനനെ കൊണ്ട് കൃഷ്ണയെ കല്യാണം കഴിപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ള ആലോചനയായി ദ്രുപദന്. പാണ്ഡവന്മാർ അരക്കില്ലത്തിന് തീപിടിച്ചു മരിച്ചുപോയി എന്ന വാർത്ത ദ്രുപദൻ വിശ്വസിച്ചില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും വനാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എങ്ങനെയോ ധരിച്ചു. അദ്ദേഹം അവരെ പലയിടങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല. അവർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വീരപരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. ഈ വിവരം അദ്ദേഹം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് ആർക്കും കൊലയ്ക്കാൻ കഴിയാത്ത ഒരു വലിയ വില്ല് ദ്രുപദൻ തോൽപ്പിച്ചു. അത്ഭുതമായി ആകാശത്തിൽ നിന്ന് കറങ്ങുന്ന ഒരു യന്ത്രവും ആ യന്ത്രത്തിൻ്റെ ഉള്ളിലായി ഒരു കൃത്രിമ കിളിയെയും നിർമ്മിച്ചു. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിൽ അമ്പുകൾ കടന്നു പോകത്തക്ക വലുപ്പത്തിലുള്ള സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. വില്ലിൽ ഞാൻ കെട്ടി മുറുക്കി 5 ബാണങ്ങൾ ഒരേ സമയത്ത് എയ്യണം. അവ യന്ത്രത്തെ സ്പർശിക്കാതെ സുഷിരത്തിൽ കൂടി യന്ത്രത്തിൻ്റെ ഉള്ളിൽ കടന്ന് ലക്ഷ്യത്തിൽ കൊണ്ട് കിളിയെ താഴെ വീഴ്ത്തണം. അങ്ങനെ വീഴ്ത്തുന്ന ആളിന് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുക്കും. ദ്രുപദൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ വിളംബരം ചെയ്തു. സ്വയംവരാഘോഷം 16 ദിവസം നീണ്ടു നിന്ന ഉത്സവം ആയിരുന്നു. ആദ്യത്തെ 15 ദിവസങ്ങളിൽ പാട്ടും കളിയും മറ്റനേകം കലാപരിപാടികളും ഉണ്ടായിരുന്നു. 16-ാം ദിവസമാണ് പാഞ്ചാലിയുടെ സ്വയംവര കർമ്മം നിശ്ചയിച്ചിരുന്നത്. ദ്രൗപദിയുടെ സൗന്ദര്യത്തെയും സൗശീല്യത്തെയും കുറിച്ച് അറിഞ്ഞിരുന്ന നാനാ രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ അവരുടെ കരം ഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ സ്വയംവരത്തിനെത്തി. സ്വയംവരം കാണുവാൻ മുനിമാരും ബ്രാഹ്മണരും മറ്റു പ്രശസ്ത വ്യക്തികളും വന്നു ചേർന്നു. ഇതിനു പുറമെ നഗരവാസികളും ധാരാളമായി തടിച്ചുകൂടി. ഗംഗേമമായി അലങ്കരിച്ചിരുന്ന വിവാഹപ്പന്തലിൽ കാന്താങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥാനങ്ങളിൽ എല്ലാവരും ഉപവിഷ്ടരായി. രാജാക്കന്മാർ പ്രത്യേക മഞ്ചത്തിലാണ് ഇരുന്നത്. അതിനു മുമ്പിലായി യന്ത്രവും യന്ത്രക്കിളിയും പ്രതിഷ്ഠിച്ചിരുന്നു. അതിൻ്റെ ചുവട്ടിലായി വില്ലും അമ്പുകളും വെച്ചിരുന്നു. എല്ലാവരും ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ സർവാഭരണ വിഭൂഷിതയായ തൻ്റെ സഹോദരി കൃഷ്ണയെ വിവാഹമണ്ഡപത്തിലേക്ക് ആനയിച്ചു. തോഴിമാരുടെ അകമ്പടിയോടെ കയ്യിൽ ഭരണമാല്യവുമായി അവൾ മന്ദമന്ദം നടന്ന് രാജാക്കന്മാരിയ്ക്കുന്ന മഞ്ചത്തിൻ്റെ മുന്നിലെത്തി. ദൃഷ്ടദ്യുമ്നൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇതാ വില്ലും ലക്ഷ്യവും ബാണങ്ങളും യന്ത്രത്തിൻ്റെ പഴുതിലൂടെ ഒരേ സമയത്ത് 5 ബാണങ്ങൾ എയ്ത് ലക്ഷ്യം ഭേദിക്കുന്നവന് എൻ്റെ സഹോദരി കൃഷ്ണ ഭാര്യയാകും. പിന്നീട് ദൃഷ്ടദ്യുമ്നൻ അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ് എന്ന് തൻ്റെ സഹോദരിക്ക് വിവരിച്ചു കൊടുത്തു. ദുര്യോധനാദികളായ ധാർത്തരാഷ്ട്രന്മാരെല്ലാം കർണനോടുകൂടി അവിടെ എത്തിയിരുന്നു. ശകുനി ഉൾപ്പെടെ ഗാന്ധാര രാജാവിൻ്റെ പുത്രന്മാർ എല്ലാവരുമുണ്ട്. സർവശാസ്ത്ര പടുക്കളായ അശ്വത്ഥാമാവും ഭോജനുമുണ്ട്. വിരാട രാജാവും പുത്രന്മാരുമുണ്ട്. സുകേതുവുമുണ്ട്. കലിംഗനുണ്ട്. ഭദ്രരാജാവുണ്ട്. വിഷ്ണുപുംഭവന്മാരുണ്ട്. കോസലാധിപനുണ്ട്. ശിശുപാലനുണ്ട്. ജരാസന്ധനുണ്ട് എന്ന് വേണ്ട ഭാരത ക്ഷിതിയിലുള്ള എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. ആർക്കാണ് ദേവസുന്ദരിയായ ദ്രൗപദിയെ വേണ്ടാത്തത്? രാജാക്കന്മാരുടെ വിവരണം നടത്തിയിട്ട് അവസാനം ദൃഷ്ടദ്യുമ്നൻ സോദരിയോട് പറഞ്ഞു, ഭദ്രേ, ലോകപ്രസിദ്ധരായ ക്ഷത്രിയരെല്ലാം നിന്നെ കാംക്ഷിച്ചു വന്നവരാണ്. ഇവരിൽ ലക്ഷ്യം ഭേദിച്ച് യന്ത്രക്കിളിയെ വീഴ്ത്തുന്ന രാജാവിനെ നീ ഭരിക്കണം. നിശബ്ദമായിരുന്ന സ്ഥലത്തിൽ വീണ്ടും വാദ്യഘോഷങ്ങൾ മുഴങ്ങി. രാജാക്കന്മാരുടെ നിരയിൽ നിന്നുണ്ടായ ചലനങ്ങളും ആകാംക്ഷാഭരിതരായ കാഴ്ചക്കാരിൽ നിന്നുണ്ടായ കുശുകുശുപ്പുകളും കൊണ്ട് വിവാഹമണ്ഡപം സജീവമായി. ചില രാജാക്കന്മാർ കേവലം കാഴ്ചക്കാരായി ദ്രുപദൻ്റെ ക്ഷണം സ്വീകരിക്കാനായി മാത്രം ആ സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്നു. അവരിൽ പ്രമുഖർ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബലരാമനും ആയിരുന്നു. അവരുടെ കണ്ണുകൾ ആ സദസ്സിലെല്ലാം പരതി നടന്നു.
ഗ്രദ്രദൃഷ്ടിയായ കൃഷ്ണൻ ബ്രാഹ്മണരുടെ ഇടയിൽ ഇരുന്നിരുന്ന പാണ്ഡവന്മാരെ അനായാസേന കണ്ടുപിടിച്ചു. തന്റെ സമീപത്തിരുന്ന ജ്യേഷ്ഠനെ വിവരം അറിയിക്കുകയും ചെയ്തു. ദ്രൗപദിയെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന മറ്റു രാജാക്കന്മാരൊന്നും പാണ്ഡവരെ കണ്ടില്ല. രാജാക്കന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് വില്ലെടുത്ത് കുലയ്ക്കുവാൻ ശ്രമിച്ചു. ദുര്യോധനൻ, ശകുനി, അശ്വത്ഥാമാവ്, ശല്യൻ, വിദേഹൻ, ശിശുപാലൻ, ജരാസന്ധൻ തുടങ്ങി പേരുകേട്ട രാജപുങ്കവന്മാരെല്ലാം ശ്രമിച്ചിട്ടും അവർക്കാർക്കും വില്ല് വരയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രമത്തിനിടയിൽ വില്ലിൻ്റെ അഗ്രഭാഗം കൊണ്ട് ചിലരുടെ കിരീടം തെറിച്ചു വീണു, ചിലരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു, ചിലർ തെറിച്ച് നിലത്തു വീണു, ചിലർ മുട്ടുകുത്തി, ചിലർക്ക് വില്ല് താങ്ങി നിർത്താൻ കഴിയാത്തത് കൊണ്ട് അത് അവരുടെ ശരീരത്തിൽ തന്നെ പതിച്ചു. എന്തിനേറെ പറയുന്നു, എല്ലാ രാജാക്കന്മാരും തോറ്റ് തുന്നമ്പാടി. രാജാക്കന്മാർ ലജ്ജിതരായി അവരുടെ ശ്രമം ഉപേക്ഷിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കർണൻ ഇരുന്നിരുന്ന പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ നടന്നു ചെന്ന് ശ്രമരഹിതമായി വില്ല് പൊക്കിയെടുത്തു. അനായാസേന അവൻ അത് കുലച്ചു. 5 ബാണങ്ങൾ അതിൽ തൊടുത്തു. ഇതെല്ലാവരിലും ആശ്ചര്യമുളവാക്കി. ഇവൻ ലക്ഷ്യം ഭേദിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. വില്ല് കുലച്ച് ബാണങ്ങളും തൊടുത്തു നിൽക്കുന്ന കർണനെ കണ്ട ഉടനെ ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൂതപുത്രനെ ഞാൻ ഭരിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അപമാനഭാരം കൊണ്ട് കർണൻ്റെ തല കുനിഞ്ഞു. വില്ല് അവൻ്റെ കയ്യിൽ നിന്നും വഴുതി വീണു. അവൻ ആരുടെയും മുഖത്തു നോക്കാതെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. എങ്കേമന്മാരായ പല രാജാക്കന്മാരുടെയും അനുഭവം നേരിട്ട് കണ്ട മറ്റ് രാജാക്കന്മാർക്ക് വില്ലിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ ഭയമായി. പാഞ്ചാലി കാമികളെല്ലാം നിരാശരായി മൗനികളായിരുന്നു. രംഗം മിക്കവാറും ശാന്തമായി. എല്ലായിടത്തും നിശബ്ദത പരന്നു. അപ്പോൾ വിപ്രസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നിരുന്ന അർജുനൻ എഴുന്നേറ്റു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണർ മാന്തോലും ഉത്തരീയവും മറ്റും വീശി ആർത്തു വിളിച്ചു. അർജുനൻ രംഗവേദിയിലെത്തി. ഇത് കണ്ട് ക്ഷത്രിയരെല്ലാം പുച്ഛത്തോടെ ചിരിച്ചു. വീരന്മാരും അഭ്യാസികളുമായ എല്ലാ ക്ഷത്രിയന്മാരും തോറ്റു മണ്ടിയിടത്ത് ഒരു ബ്രാഹ്മണനാണോ വിജയിക്കാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത. തൻ്റെ ചുറ്റും ആക്ഷേപങ്ങളും ആശംസകളും നിറഞ്ഞ സ്വരങ്ങൾ മുഴങ്ങിയെങ്കിലും അർജുനൻ അതൊന്നും കാര്യമായി ഗൗനിച്ചില്ല. അവൻ ഭക്തിയോടെ വില്ലിന് വലം വെച്ചു. ദേവനും ഭരതനുമായ ഈശാനനെ ശിരസാ നമിച്ചു. ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില്ലെടുത്തു. ഒരു പുഷ്പം കയ്യിലെടുക്കുന്നത് പോലെ യത്നരഹിതമായി വില്ലെടുക്കുന്നത് കണ്ടപ്പോൾ കാഴ്ചക്കാർ അമ്പരന്ന് നോക്കി നിന്നു. വില്ല് കുലയ്ക്കുന്നതിന് അർജുനന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വില്ലു കുലച്ചു. 5 ശരങ്ങളും അതിന്മേൽ തൊടുത്തു. ലക്ഷ്യം നോക്കി ഞാണുവലിച്ചു. അമ്പുകൾ എയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ യന്ത്രക്കിളി താഴെ വീണു. ജനങ്ങൾ ഉച്ചത്തിൽ ആർപ്പു വിളിച്ചു. ബ്രാഹ്മണ സമൂഹം ഹർഷാരവം മുഴക്കി. വിവാഹമണ്ഡപം മുഴുവൻ ആർത്തിരമ്പുന്ന ആഴി പോലെ മുഖരിതമായി. സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാരുടേതൊഴികെ മറ്റെല്ലാവരുടെ ഹൃദയത്തിലും ആഹ്ലാദം അലയടിച്ചു. ആകാശത്തിൽ മുഴക്കം കേട്ടു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ദുർദുഭിനാഥം മുഴങ്ങി. യന്ത്രക്കിളിയെ എഴുതുവീഴ്ത്തിയ പരാക്രമശാലിയെ ദ്രൗപദി സ്നേഹബഹുമാനങ്ങളോടെ നോക്കി മന്ദഹസിച്ചു. അവൾ മന്ദം മന്ദം അർജുനൻ്റെ അടുത്തെത്തി ആ യുവകേസരിയുടെ കഴുത്തിൽ ഭരണമാല്യം ചാർത്തി. ക്ഷത്രിയരായ തങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയ ശേഷം ദ്രൗപദിയെ ഒരു വിപ്രന് നൽകി തങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ ദ്രുപദനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. അനേകം രാജാക്കന്മാർ ഒത്തുചേർന്ന് അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കാൻ ഒരുമ്പെടുന്നത് കണ്ടപ്പോൾ ദ്രുപദൻ അന്താളിച്ചു. ഭയവിഹ്വലനായ അദ്ദേഹം എന്തു ചെയ്യണം എന്നറിയാതെ ഹിതികർത്തവ്യത മൂഢനായി. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടെന്നും താൻ രാജാക്കന്മാരെ നേരിട്ട് കൊള്ളാമെന്നും പറഞ്ഞ് അർജുനൻ ദ്രുപദനെ സമാധാനിപ്പിച്ചു. പാർത്ഥൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന വില്ല് കയ്യിലെടുത്തു. അപ്പോഴേക്കും ഭീമൻ ഒരു തൂണ് പിഴുതെടുത്ത് ഗതയാക്കി കയ്യിലെടുത്തു കഴിഞ്ഞിരുന്നു. അല്പനേരത്തേക്ക് കല്യാണ മണ്ഡപം ഒരു യുദ്ധക്കളമായി മാറി. തന്നോട് ഏറ്റുമുട്ടിയ കർണനെ അർജുനൻ വെള്ളം കുടിപ്പിച്ചു. തന്നെ എത്രത്തോളം ക്ഷീണിപ്പിച്ച അവൻ ഒരു കേവല ബ്രാഹ്മണനല്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് കർണൻ പോരിൽ നിന്നും പിന്മാറി. ഭീമനോട് ഏറ്റുമുട്ടിയ ശല്യനെ ഭീമൻ അനായാസേന പൊക്കിയെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. അർജുനനും ഭീമനും കാട്ടിയ പരാക്രമങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പോരാട്ടം ശക്തമായപ്പോൾ കൃഷ്ണൻ അതിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വിവാഹം ധർമാനുസൃതമായിട്ട് ഉള്ളതാണ്. ഇതിൽ യാതൊരു തെറ്റുമില്ല. ദ്രൗപദി ഈ ബ്രാഹ്മണ യുവാവിൻ്റെ പത്നിയായിരിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും ചണ്ടയിൽ നിന്നും പിന്തിരിപ്പിച്ചു. രാജാക്കന്മാർ പോരിൽ നിന്നും പിന്മാറി. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം.